ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയ സ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. ഹരേ കൃഷ്ണ. ഇന്ന് രണ്ടാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഹ്യവഹിതോ വഹ്നി ദാരുഷ്വേകസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. യഥാ ഹ്യവഹിതോ വഹ്നി ദാരുഷ്വേകസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച യഥാ പുമാൻ. യഥാ ഹി അവഹിതഃ വഹ്നി ദാരുഷു ഏകഃ സ്വയോനിഷു നാനാ ഏവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. യഥാ ഹി അവഹിതഃ വഹ്നിഃ ദാരുഷു ഏക സ്വയോനിഷു നാനാ ഏവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഭഗവാൻ ഈ ഭൗതികമായ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവാൻ വ്യാപിച്ചു കിടക്കുന്നു. ഏതുപോലെ എന്നാണെങ്കിൽ ഇപ്പോൾ മരത്തിൽ വിറകിൽ അഗ്നി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതേപോലെ അപ്പോൾ അഗ്നിയിൽ മരത്തിൽ നിന്നും ആ വിറകിൽ നിന്നും അഗ്നിയെ വേർതിരിച്ചെടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ചില ക്രമങ്ങളുണ്ട്.
ഇതേപോലെ ആണ് നാനേവ ഭാതി വിശ്വാത്മാ. ഇപ്പോൾ അഗ്നി ഓരോ മരങ്ങളിലും വിറകിലും ഗൂഢമായിട്ട് സാന്നിധ്യം ചെയ്യുന്നത് പോലെ, പാലിൽ വെണ്ണ സാന്നിധ്യം ചെയ്യുന്നത് പോലെ, പാലിൽ നെയ്യ് എങ്ങനെയാണ് എടുക്കുക, അതിന് ശാസ്ത്രീയമായിട്ട് ചില പ്രവർത്തനങ്ങളുണ്ട്. ഇതേപോലെ ആണ് ഈ ഭൗതികമായ ലോകത്തിൽ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഒരു അഗ്നിയിൽ നിന്നല്ലാതെ മറ്റൊരു അഗ്നി പകർന്നെടുക്കാൻ സാധിക്കില്ല. ഇതേപോലെ ഈ ഭൗതികമായ ലോകത്തിൽ ഈശ്വരനെ, ഭഗവാനെ വേർതിരിച്ച് അറിഞ്ഞ് ഭജിച്ചിട്ടുള്ള ആ ഉത്തമനായിട്ടുള്ള ആ ആത്മീയ ഗുരുവിൽ നിന്ന് ആണ് ഈ ഒരു ഈശ്വരനെ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു അവരുടെ അനുഗ്രഹങ്ങളിൽ കൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് വേണ്ട വിധത്തിൽ ആത്മീയമായിട്ടുള്ള ഈ സന്ദേശങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെവിയിൽ കൂടെ സ്വീകരിക്കേണ്ടത്, പ്രോപ്പർ ഹിയറിംഗ് എന്നാണ് പറയുക. അത് വേണ്ടതുപോലെ നമ്മൾ സ്വീകരിക്കേണ്ട വിശ്വാസത്തോടുകൂടി, ഉത്തമ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ഉദ്ദേശിച്ച ഫലം സാധിക്കുന്നത്. അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരു ജീവികൾക്കും മറ്റൊരു മൃഗങ്ങൾക്ക്, പ്രപഞ്ചത്തിലുള്ള ഒരു ജീവിക്കും സാധിക്കില്ല മനുഷ്യനല്ലാതെ. അതുകൊണ്ട് മൃഗമായിട്ട് മാറണ്ട എന്നുണ്ടെങ്കിൽ, മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഉത്തമനായിട്ടുള്ള ഗുരുവിനെ സ്വീകരിക്കണം. എന്നിട്ട് ആ ഗുരുവിൽ നിന്ന് ആ അനുഭവങ്ങൾ നമ്മൾ പകർന്നെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് 33-ാമത്തെ ശ്ലോകം. असौ गुणमयैर्भावैर्भूतसूक्ष्मेन्द्रियात्मभिः स्वनिर्मितेषु निर्विष्टो भुङ्क्ते भूतेषु तद्गुणान्. असौ गुणमयैर्भावैर्भूतसूक्ष्मेन्द्रियात्मभिः स्वनिर्मितेषु निर्विष्टो भुङ्क्ते भूतेषु तद्गुणान्. असौ അതായത് ഈ പരമാത്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗുണമയൈഹി ഭാവൈഹി ഭൂതസൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടഃ ഭുങ്ക്തേ ഭൂതേഷു തദ് ഗുണാൻ. അതായത് ഭഗവാൻ താൻ നിർമ്മിച്ചിട്ടുള്ള, താൻ സൃഷ്ടിച്ചിട്ടുള്ള സകല ജീവജാലങ്ങളിലേക്കും ഭഗവാൻ അനുപ്രവേശം ചെയ്യുന്നു. ഭൗതികമായിട്ടുള്ള ആ പ്രപഞ്ചത്തിൽ പാഞ്ചഭൗതികമായിട്ടുള്ള സകല ശരീരങ്ങളിലേക്കും ഭഗവാൻ പ്രവേശിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ആ ശരീരത്തിലെ ജീവൻ എന്താണോ, എന്ത് സംസ്കാരമാണോ ഉള്ളത്, ആ സംസ്കാരത്തിനനുസരിച്ച് അവർക്ക് അനുഭവങ്ങൾ കൊടുക്കാൻ ഭഗവാൻ സാക്ഷിയായിട്ട് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണോ നമ്മൾക്ക് ആഗ്രഹിച്ചതല്ല കിട്ടുക, അർഹിച്ചതാണ് കിട്ടുക എന്ന്. അർഹിച്ച ശരീരമാണ് കിട്ടുക. ഇപ്പോൾ ഈ ജന്മത്ത് നമ്മൾ മത്സ്യം കഴിക്കണം, മാംസം കഴിക്കണം, പിന്നെ മദ്യം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ശരീരം എടുത്താലും ഭഗവാൻ കൂടെ ഉണ്ടാവും. ഒരു നായയുടെ ശരീരമൊക്കെ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ഒരു സിംഹത്തിൻ്റെ, ഒരു ചെന്നായയുടെയൊക്കെ ശരീരമായിരിക്കും തരിക. അങ്ങനെ ആ ശരീരം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് നീ ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ നീ അതിൽ ആനന്ദിക്കുക എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ ആ ഓരോ ശരീരത്തിലും ഭഗവാൻ സാന്നിധ്യം ചെയ്യും. എന്നാൽ മനുഷ്യ ജീവിതത്തിന് മാത്രമാണ് അവനവൻ്റെ ലക്ഷ്യം എന്ത് എന്ന് അറിയാനുള്ള സവിശേഷമായ ബുദ്ധിയുള്ളത് എന്നാണ്. ആ സവിശേഷ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മൃഗവും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പരമാത്മാവായിട്ടുള്ള ആ ഭഗവാനാണ് നമ്മൾക്ക് ആ ഓരോ ശരീരത്തിലും ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എപ്പോഴും ആ ഓരോ ജീവന്മാരെയും
ഭഗവാൻ യഥാർത്ഥത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ, വെളിപാടുകൾ കേൾക്കാൻ, യഥാർത്ഥത്തിലുള്ള ആനന്ദം അനുഭവിക്കാനുള്ള ഭഗവാന്റെ ആ ഇൻറ്റ്യൂഷൻ, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാനും അനുസരിക്കാനും അത്രയും ശ്രദ്ധയോടു കൂടിയിട്ടുള്ള പുണ്യം ചെയ്തവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നത്. 34-ാമത്തെ ശ്ലോകം. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യന്നരാദിഷു. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യന്നരാദിഷു. ഭാവയതി ഏഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാ അവതാര അനുരതഃ ദേവ തിര്യങ് നര ആദിഷു. അതായത് ഭഗവാൻ ഈ ലോകങ്ങളെ മുഴുവൻ ഭഗവാൻ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? വിവിധമായിട്ടുള്ള ഭഗവാന്റെ ശക്തികളിൽ കൂടെ, ദേവതാഗണങ്ങളിൽ കൂടെ ഭഗവാൻ ഇതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ മനുഷ്യരെ ഭഗവാൻ സംരക്ഷിക്കുന്നു, മൃഗങ്ങളെ സംരക്ഷിക്കുന്നു, ഏറ്റവും താണ നില അസുരന്മാരെ സംരക്ഷിക്കുന്നു. ഈ താണ നിലത്തിലുള്ള ആ പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, അതിനെ മുഴുവൻ ഭഗവാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഭഗവാൻ പല പല രൂപത്തിലുള്ള അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നു. ദേവതേജന്യരാജു ഭഗവാൻ പല പല അവതാരങ്ങളും ഭഗവാൻ എടുക്കുന്നു. അങ്ങനെ അവതാരങ്ങൾ എടുത്തുകൊണ്ട് ഭഗവാൻ ലീലകൾ ചെയ്യുന്നു. ആ ലീലകൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ശുദ്ധ സത്വഗുണത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാന്റെ ലീലകൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ശരീരങ്ങളിലും സാക്ഷാൽ ഭഗവാൻ, അതായത് ക്ഷീരോദകശായി വിഷ്ണുവാണ് ഓരോ ശരീരങ്ങളിലും സാന്നിധ്യം ചെയ്യുന്നത് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. വിദ്യതേ വിഷ്ണു രൂപം, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു രൂപമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കൃഷ്ണനാണ് എന്ന് പറയുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂലസ്വരൂപം കൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ക്ഷീരോദകശായി വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മമയവാംശോ ജീവലോകോ ജീവഭൂത സനാതന എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാനായിട്ട് കാരണം. പിന്നെ ഭഗവാൻ അങ്ങനെ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ അവതരിക്കും. പിന്നെ അഥവാ ഭഗവാൻ വരുന്നില്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരായിട്ടുള്ളവർ, ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ളവർ ചില സമയത്ത് ഈ ലോകത്തിൽ വരും അനുഗ്രഹിക്കാനായിട്ട് എന്നാണ്. സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു 500 വർഷങ്ങൾക്ക് മുമ്പേ. മഹാപ്രഭുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ശ്രീകൃഷ്ണ അവതാര ലീലകളിൽ ഏതെല്ലാം മഹാത്മാക്കളാണോ വന്നു ചേർന്നത് അവരെല്ലാം ബ്രഹ്മചാരിമാരായിട്ട് മഹാപ്രഭുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ആ പരമ്പര വലിയൊരു ഡിസയർ ട്രീ എന്നാണ് പറയുക, വലിയൊരു വൃക്ഷമായിട്ട് ആ വൃക്ഷത്തിൻ്റെ ശാഖകളും ഉപശാഖകളുമായിട്ട് അനേകം ഭക്തന്മാർ ഭൂമിയിൽ ഒന്നിച്ചു വന്നു. എന്തിന്? നമ്മളെയൊക്കെ ആ കൃഷ്ണഭക്തി എന്താ എന്നുള്ളത് പഠിപ്പിക്കാനായിട്ട് എന്നാണ്. എന്നിട്ട് അവർ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലോകത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മളെപ്പോലുള്ള വെറും സാധാരണക്കാരെ മുഴുവൻ ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ആ തിരമാലകളൊക്കെ ഇപ്പോൾ വാവ് അതേപോലെ ഒക്കെ വരുന്ന ടൈഡ്, അങ്ങനെ അത് വരുന്ന സമയത്ത് ആ തിരമാലകളൊക്കെ ആകാശം മുട്ടെ ഉയരാറുണ്ട്. അങ്ങനെ ഉയരുന്ന സമയത്ത് അത് സമുദ്രത്തിൻ്റെ തീരത്തേക്ക് അടിച്ചു കയറാറുണ്ട്. സമുദ്രത്തിൻ്റെ തീരത്തേക്ക് അത് അടിച്ചു കയറുന്ന സമയത്ത് സമുദ്രതീരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള കക്കകൾ, ചിപ്പികൾ, കടലാസ് കഷ്ണങ്ങൾ ഇതിനെ മുഴുവൻ സമുദ്രത്തിലേക്ക് അടിച്ചു കൊണ്ടുപോകാറുണ്ട്. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമാവുന്ന
സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം, അനേകം ഭക്തന്മാരുടെ ഒരു അവതാരം, അത് വന്നതോട് കൂടിയിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും ഭഗവത് പ്രാപ്തിക്ക് എളുപ്പമായിട്ടുള്ള മാർഗത്തിനെ കാണിച്ചു തരുന്നു അവർ എന്നാണ്. അപ്പോൾ ഭഗവാൻ പല പല അവതാരങ്ങളിൽ കൂടെ ഭഗവാൻ ദിവ്യമായിട്ടുള്ള ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവന്മാരുടെ വിഭാഗത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, മനുഷ്യരുടെ വിഭാഗത്തിൽ അവതരിച്ചിട്ടുണ്ട്, മൃഗങ്ങളുടെ വിഭാഗത്തിൽ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ശുഭമായ അവതാര കഥകളാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾക്ക് 3-ാം അധ്യായത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത അധ്യായം 3-ാമത്തെ അധ്യായം അവിടെ ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീസൂത ഉവാച. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിः സംഭൂതം ഷോഡശകലം ആദൗ ലോകശുശ്രൂഷയാ. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിः സംഭൂതം ഷോഡശകലം ആദൗ ലോകശുശ്രൂഷയാ. സൂത ഉവാച. സൂതനാണ് ഇവിടെ പറയുന്നത്. ജഗൃഹേ സ്വീകരിച്ചു, പൗരുഷം രൂപം, അതായത് പുരുഷ അവതാരങ്ങളുടെ അംശമായിട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പൗരുഷം രൂപം ഭഗവാൻ മഹദ് ആദിഭി സംഭൂതം ഷോഡശകലം. ഷോഡശകലം ആദൗ ലോകശുശ്രൂഷയ. ആദ്യമായിട്ട് ഭഗവാൻ മഹത്തത്വം മുതലായിട്ടുള്ള 16 തത്വങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഈ സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ ഭഗവാൻ പുരുഷാവതാരങ്ങൾ എടുക്കുന്നു. പുരുഷാവതാരങ്ങൾ എടുത്തിട്ട് ഈ ഭൗതികമായ ലോകത്തിന് സൃഷ്ടിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ, അതാണ് മഹത്വത്വം മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, മഹത്വത്വം, തന്മാത്രകൾ, അതിനൊക്കെ ഭഗവാൻ സൃഷ്ടിക്കുന്നു. ആദ്യത്തെ സൃഷ്ടിയാണ് അത് എന്നാണ് പറയുന്നത്. ഇതെന്തിനാണ്? ഭൗതികമായ ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തത്വങ്ങളെ ഭഗവാൻ ആദ്യം സൃഷ്ടിച്ചത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ, അതായത് ഭൗതികമായ ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്ന, അതിനെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അതായത് ദോസ് ഫോർച്ചുനേറ്റ് ലിവിങ് എൻറ്റിറ്റീസ് who catch the truth and surrender unto the lotus feet of Vasudeva after many births in the material world, joy in the eternally liberated souls, and thus are allowed to enter into the kingdom of the God. അതായത് ആരാണോ മഹാഭാഗ്യം ചെയ്തത് അവർക്ക് ഭഗവാനെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, അതാണ് എത്രയോ ജന്മഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. എത്രയോ നൂറ് കോടി ജന്മങ്ങളിലുള്ള ആ ഒരു ജ്ഞാനം കൊണ്ട്, അതേപോലെ തന്നെ ആ ഭഗവാനെക്കുറിച്ചിട്ടുള്ള ആ അന്വേഷണം കൊണ്ട്, പിന്നെ അതുകൊണ്ടാണ് ഭഗവാനോട് ശരണാഗതി ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആ ശരണാഗതി വന്നവർക്ക് മഹാഭാഗ്യമുള്ളവരാകുന്നു വാസുദേവ സർവമേതി. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സാമ്രാജ്യത്തിലേക്ക്, അനുഭൂതിയിലേക്ക് കടക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടാവുന്നു. മഹാത്മാ സുദുർലഭ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമല്ല, സുദുർലഭം എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ അറിയാൻ സാധിക്കുന്ന മഹാത്മാക്കൾ വളരെ ദുർലഭമായിട്ടുള്ളതാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. അടുത്ത 2-ാമത്തെ ശ്ലോകം. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വദാ നാഭിഹൃതാം ഭുജാദാസീൽ ബ്രഹ്മാ വിശ്വസൃജാം പതി. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വദാ നാഭിഹൃതാം ഭുജാദാസീൽ ബ്രഹ്മാ വിശ്വസൃജാം പതി. ഇവിടെ കാരണോദക ശായി വിഷ്ണുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളുടെ
ഈ ഗൗഡിയ സമ്പ്രദായത്തിൽ കൂടെ നോക്കുന്ന സമയത്ത്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ കൂടെ നോക്കുന്ന സമയത്ത് ഒരുപാട് അറിവുകൾ നമ്മൾക്ക് ലഭിക്കും. സാധാരണ നമ്മൾക്ക് കിട്ടാത്ത, ഭാഗവത ആചാര്യന്മാരിലും ലഭിക്കാത്ത ധാരാളം അറിവുകൾ ഗൗഡിയ സമ്പ്രദായത്തിൽ കൂടെ വരുന്ന മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ആചാര്യന്മാരിൽ കൂടെ നമ്മൾക്ക് ലഭിക്കും. അതിനാണ് നമ്മൾക്ക് 3 പുരുഷാവതാരങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള അറിവ് ഉണ്ടാവുന്നത് എന്നാണ്. ഭഗവാനിൽ നിന്നും ആദ്യത്തെ എക്സ്പാൻഷൻ, വിസ്തരണമാണ് ആദിസംഘർഷണമൂർത്തി എന്നാണ്. ആദിസംഘർഷണമൂർത്തിയിൽ നിന്നാണ് പിന്നീട് വൈഷ്ണവം ധാമ എന്ന് പറയുന്നുണ്ട്. അതിന് ആദ്യ ചതുർവ്യൂഹം അത് ഗോലോകത്തിൽ, രണ്ടാമത്തെ ആ സംഘർഷണയിൽ നിന്നാണ് പിന്നീട് ചതുർവ്യൂഹം, വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന അനിരുദ്ധ എന്നുള്ള ചതുർവ്യൂഹത്തിൻ്റെ സൃഷ്ടി ഉണ്ടാവുന്നത് എന്നാണ്. അപ്പോൾ കാരണോദകത്തിൽ ശയിക്കുന്ന ഭഗവാൻ എന്നാണ്. യ കാരണ അർണവജലേ ഭജതി സ്മ യോഗനിദ്രാം അനന്ത ജഗദണ്ഡസരോമ കോപ ആധാരശക്തിമവലംബ്യ പരാം സ്വമൂർത്തിം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, കാരണതലത്തിൽ ഭഗവാൻ കിടക്കുന്നു, യോഗനിദ്ര ചെയ്യുന്നു. യോഗനിദ്ര ചെയ്യുന്ന ആ ഭഗവാന്റെ ഓരോരോ രോമകൂപങ്ങളിലും ബ്രഹ്മാണ്ട കോടികൾ ലയിച്ച് കിടക്കുന്നു. ഭഗവാൻ യോഗനിദ്ര വെറുതെ ഉറങ്ങല്ല ഭഗവാൻ ചെയ്യണത്. സംശയമുണ്ട് ആളുകൾക്ക്, ഈ വെള്ളത്തിനുള്ളിലൊക്കെ ഭഗവാൻ ഉണ്ടാവുമോ? പാലാഴിയിൽ ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാരണോദകത്തിൽ ഭഗവാനുണ്ട് പറയുന്നുണ്ട്, ഗർഭോദകത്തിൽ ഭഗവാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് ശ്രീല പ്രഭുപാദർ അതിന് നല്ല മറുപടി തരുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ സമുദ്രത്തിൽ എത്ര ജീവജാലങ്ങളുണ്ട് അല്ലേ? സ്രാവുകളുണ്ട്, തിമിംഗലങ്ങളുണ്ട്, വലിയ 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 മത്സ്യങ്ങളുണ്ട്, ആനകളെ വിഴുങ്ങാൻ ഭാഗത്തിലുള്ള തിമിംഗലങ്ങളൊക്കെ ഉണ്ട് സമുദ്രത്തിൽ. അപ്പോൾ ഇവർക്കൊക്കെ സമുദ്രജലത്തിൽ, വെള്ളത്തിൻ്റെ അടിയിൽ കളിച്ച് പൊളച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാന്, സമുദ്രത്തിൽ ഭഗവാന്, പാലാഴിയിൽ ഭഗവാന് പള്ളി കൊണ്ടുകൂടെ? അപ്പോൾ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ലീലകൾ, വൈഭവങ്ങളൊക്കെ നമ്മളുടെ യുക്തിയിൽ കൂടെ അല്ല ചിന്തിക്കേണ്ടത്. ഭക്തിയാഹമേകയാഗ്രാഹ്യ, നമുക്ക് യുക്തിക്ക് അപ്പുറത്താണ്. മനുഷ്യന് മനസ്സിലാക്കാൻ ചില പരിധിയുണ്ട്. കരണപാഠമെന്നാണ് പറയുക. ഇന്ദ്രിയങ്ങൾക്ക്, കണ്ണുകൾക്ക് കാണാൻ ഒരു പരിധിയുണ്ട്. അതിന് കാണാത്ത അത് പരിമിതമാണ് അതിൻ്റെ ശക്തികൾ. അതിനൊരു പരിമിതി, അത്രേ കാണാൻ സാധിക്കുള്ളൂ അതിന്. അപ്പോൾ അതിന് കാണാൻ സാധിക്കാത്ത അനവധി കാര്യങ്ങളുണ്ട്. കണ്ണിന് കാണാൻ സാധിക്കാത്ത, ചെവിക്ക് കേൾക്കാൻ സാധിക്കാത്ത അനവധി ശബ്ദങ്ങളുണ്ട്. അത് നമ്മളുടെ ആ ചെവിയുടെ പരിധിയിൽ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും മാത്രമാണ് ശരി എന്ന് വിചാരിക്കരുത്. അതല്ലാതെ അനേകം കാര്യങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മഹാത്മാക്കളാണ് ഈ ആശയങ്ങൾ പറയുന്നത്. അപ്പോൾ ഭഗവാൻ യസ്യ അംഭസ്യ ശയാനസ്യ യോഗനിദ്രാം വിധം, യോഗനിദ്ര ചെയ്യുന്ന ആ ഭഗവാനിൽ നിന്നാണ് ഗർഭോദകശായി വിഷ്ണു ഉണ്ടായിട്ടുള്ളത്. അതാണ് നാഭിഹൃതാംബുജാദാസിൽ ബ്രഹ്മ വിശ്വസൃജാമ്പതി. ഭഗവാന്റെ അടുത്ത എക്സ്പാൻഷനാണ് കാരണോദകശായി വിഷ്ണുവിൻ്റെ അടുത്ത എക്സ്പാൻഷനായിട്ടാണ് ഗർഭോദകശായി വിഷ്ണു പറയുന്നത്. ആ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് നാഭി കമലം ഉണ്ടായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ആ നാഭി കമലത്തിലാണ് ബ്രഹ്മ വിശ്വസൃജാമ്പതി എന്നാണ്. വിശ്വത്തിനെ 84 ലക്ഷം തരം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവുണ്ടായത് ആ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് എന്നാണ്. അപ്പോൾ ഈ താമരത്തണ്ടോ ബ്രഹ്മാവിൻ്റെ ആ നാഭിയിലുണ്ട്, ഭഗവാന്റെ നാഭിയിലുള്ള താമരത്തണ്ടിലെ 14 ലോകങ്ങൾ അതിലുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ വിശ്വസിച്ചേ തീരൂ. കാരണം ഇത് അറിയുന്നവരാണ്. സൂതനാണ് പറയുന്നത്, സൂത ഗോസ്വാമിയാണ് പറയുന്നത്. സൂത ഗോസ്വാമി എവിടുന്നാണ് കേട്ടത്? വാസ്തവത്തിൽ ശുകദേവ ഗോസ്വാമിയിൽ നിന്നാണ് കേട്ടത്. ശുകദേവ ഗോസ്വാമി കേട്ടത് ആരിൽ നിന്നാണ്? വേദവ്യാസ മഹർഷിയിൽ നിന്നാണ് കേട്ടത്. വേദവ്യാസ മഹർഷി എവിടുന്നാണ് കേട്ടത്?
സാക്ഷാൽ നാരദ മഹർഷി, ഭക്തൻ്റെ അവതാരമാണ് നാരദ മഹർഷി. ഭക്തൻ്റെ ശക്തിയുടെ അവതാരം, ശക്തി ആവേശ അവതാരമാണ് നാരദ മഹർഷി. നാരദ മഹർഷി എവിടുന്നാണ് കേട്ടത്? സാക്ഷാൽ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് കേട്ടത്. ബ്രഹ്മാവിനെ എവിടുന്നാണ് അറിയാൻ സാധിച്ചത്? മഹാവിഷ്ണു ഭഗവാനിൽ നിന്നും. മഹാവിഷ്ണുവിനെ എവിടുന്ന് കിട്ടി? പുരാമയാ പ്രോക്തമജാഭ്യനാഭ്യേ പത്മേനു ഷണ്ണായ മമാദിസർഗേ ജ്ഞാനം പരമൻ മഹിമാവഭാസം യത് സൂരയോ ഭാഗവതം വദന്തി. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലാണ്, 3-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്, പുരാമയാ പ്രോക്തമജായനാഭ്യേ, ഞാൻ തന്നെയാണ് ആ ഗർഭോദകശായിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ നാഭീപത്മത്തിലുണ്ടായിട്ടുള്ള ബ്രഹ്മാവിന് അത് ശ്ലോകി ഭാഗവതം ഉപദേശിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആരാ? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഉപദേശിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുരുഷാവതാരം കാരണോദകശായി വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും അനവധി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും പ്രവേശിക്കുന്നത് ഗർഭോദകശായി വിഷ്ണുവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ ഗർഭോദകശായി ആ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവുണ്ടാവുന്നു. അങ്ങനെയുള്ള ആ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നുണ്ടാകുന്ന ആ ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ക്ഷീരോദകശായി, ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ക്ഷീരോദകം പാലാഴി കാണാം. അങ്ങനെ ആ പാലാഴിയിൽ ശയിക്കുന്നു ക്ഷീരോദകശായി വിഷ്ണു എന്നാണ്. അതേ ക്ഷീരോദകശായി വിഷ്ണു തന്നെയാണ് വിഷ്ണുഗമ്യന്തരസ്ഥം അവരെ വിഷ്ണു രൂപം നിങ്ങളുടെ ഹൃദയ അന്തർഭാഗത്തും സാന്നിധ്യം ചെയ്യണത് അതേ ക്ഷീരോദകശായി വിഷ്ണുവിൻ്റെ ഏറ്റവും ചെറിയ അംശമാണ്, രൂപമാണ് എന്നും സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പം ക്ഷീരോദകശായി വിഷ്ണുവാണ് ഓരോ ശരീരത്തിലും സാന്നിധ്യം ചെയ്യണത് എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഈ സാക്ഷാൽ പുരുഷാവതാരങ്ങളിൽ നിന്നാണ് ഈ പ്രകൃതി എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കുന്നവരോ അജഗള സ്ഥലന്യായം എന്നുള്ളതുണ്ട്. അതായത് ഒരു ആടിൻ്റെ ആ താടിയുടെ താഴെ ഒരു വസ്തുവൻ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അതിൽ നിന്നും പാല് കിട്ടുമോ നമ്മൾക്ക്? ആ ആടിൻ്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന താടാന്ന് പറയും, ഞങ്ങളൊക്കെ അതാണ് അത് പറയുക. അതിൽ തൂങ്ങിക്കിടക്കുന്ന വസ്തുവിൽ നിന്ന് നമ്മൾക്ക് പാല് കിട്ടുമോ? ആടിൻ്റെ സ്ഥലത്ത് തന്നെ പാല് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഭഗവാനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായത്. പ്രകൃതിക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പ്രകൃതി സ്വന്തം പ്രവർത്തിക്കുന്നു. ഓരോ ജീവനും പ്രകൃതിയുടെ നിശ്ചയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവന് ഭഗവാൻ അവിടെ ഉണ്ട്. ഭഗവാനില്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അത് ആടിൻ്റെ ആ കഴുത്തിലെ ആ ഭാഗം കാണുന്ന സമയത്ത് ആടിൻ്റെ സ്ഥലം പോലെ തോന്നും. അതേപോലെ പ്രകൃതിയാണ് എല്ലാം ഉണ്ടാക്കണമെന്ന് തോന്നും നമ്മൾക്ക്. പക്ഷേ പ്രകൃതിയല്ല, അവിടെ പുരുഷനാണ്, ഭഗവാനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ഓരോ നിശ്വാസത്തിൽ നിന്നും യസ്യൈക നിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമവിലജ ജഗദണ്ഡനാഥ വിഷ്ണുർമഹാൻ സൈഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് ആ ബ്രഹ്മസംഹിത പറയുന്നു. അപ്പോൾ ഓരോ നിശ്വാസത്തിൽ നിന്നും ബ്രഹ്മാണ്ട കോടികൾ ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ ഭഗവാനിൽ നിന്നാണ് അനേകം അവയവ സംസ്ഥാനെ കൽപ്പതോ ലോകവിസ്തര തദ്വൈ ഭഗവതോരൂപം വിശുദ്ധം സത്വമൂർജിതം എന്നാണ്. യസ്യ അവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോരൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യ
അവയവ സംസ്ഥാനൈः കൽപ്പിതः ലോകവിസ്തരः തദ് വൈ ഭഗവതഃ രൂപം വിശുദ്ധം സത്വം ഊർജിതം. നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് എന്താണ്? ഈ ഭഗവാന്റെ ശരീരത്തിൽ ആണ് ഈ ഭൗതികമായിട്ടുള്ള ലോകങ്ങളെയും അതലം വിതലം സുതലം അത് 14 ലോകങ്ങളെയും കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ അവയവങ്ങളിൽ നിന്നാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വിരാട് രൂപം അല്ലെങ്കിൽ വിശ്വരൂപം എന്നൊക്കെ പറയുന്നു. ഇത് പ്രത്യേകിച്ചും എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിയോഫൈറ്റായിട്ടുള്ളവർക്ക്, തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഈ കാണുന്ന ഈ ഭൗതികമായ ലോകത്തിൽ ഈശ്വരനാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വിശ്വരൂപം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മേഘങ്ങൾ കാണുന്നുണ്ട്. മേഘങ്ങൾ ഭഗവാന്റെ ആ തലമുടിയായിട്ട് വർണ്ണിക്കപ്പെടുന്നു. കണ്ണുകൾ, സൂര്യചന്ദ്രന്മാരെ ഭഗവാന്റെ കണ്ണുകളായിട്ട് വർണ്ണിക്കപ്പെടുന്നു. കണ്ണുകൾ, സൂര്യചന്ദ്രന്മാർ കണ്ണുകൾ അഗ്നിയായിട്ട് കണ്ണുകളായിട്ട് വർണ്ണിക്കപ്പെടുന്നു. ഭഗവാന്റെ പുഞ്ചിരി എന്നുള്ളത് മായയായിട്ട് വർണ്ണിക്കപ്പെടുന്നു. അപ്പോൾ ഈ കാണുന്നത് ഭൗതികമായ ലോകത്തിൽ കാണുന്നത് എന്തും ഭഗവാനായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപം, വിരാട് രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് ഈ ഭൗതികമായ വസ്തുക്കളെ സൃഷ്ടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടേണ്ടതായിട്ടില്ല. പിന്നെ ഭഗവാൻ എന്തിനാണ് ചോദിച്ചു കഴിയുമ്പോൾ, എന്നാൽ ഭഗവാൻ അങ്ങനെ ഈ ലോകങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു എന്നുണ്ടെങ്കിലും ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള അതീന്ദ്രിയമായ അവസ്ഥയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നും ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ പലതും ഭൗതികമായ ലോകത്തിൽ എന്ത് വസ്തു കാണുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ നേരെ വിപരീതമായിട്ടൊരു കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ കറുത്ത വാവ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമായിട്ടൊരവസ്ഥ ഉണ്ട്. വെളുത്ത വാവ് എന്നത് പൗർണമി എന്നുള്ളത് പൂർണ്ണമായിട്ടും പ്രകാശത്തിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അമാവാസി എന്നത് ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഇതിൻ്റെ ഭൗതികമായ ലോകത്തിൻ്റെ നേരെ പെർവർട്ടഡ് എന്നാ പറയുക, നേരെ തല തിരിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അവസ്ഥയാണ് ആത്മീയ ലോകത്ത്. ആത്മീയ ലോകം ശാശ്വതമാണ്, ഭൗതിക ലോകം താൽക്കാലികമാണ് എന്നുള്ള വ്യത്യാസമുണ്ട് എന്നതാണ്. അപ്പോൾ ഭഗവാൻ എപ്പോഴും അതേ ഭഗവാൻ തന്നെ ദിവ്യമായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ദിവ്യമായി, അതായത് ഒരിക്കലും ആ ഭൗതികമായിട്ടുള്ള യാതൊരു ബന്ധനവും ഇല്ലാതെയാണ് ഭഗവാൻ ശുദ്ധ സത്വ ഗുണത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് മുഴുവൻ. അത് മഹാവിഷ്ണു ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ശുദ്ധ സത്വഗുണമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. 4ാമത്തെ ശ്ലോകം. പശ്യന്ത്യതോരൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ. പശ്യന്ത്യതോരൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ. ഭക്തന്മാരായിട്ടുള്ളവർ അവരുടെ യഥാർത്ഥത്തിലുള്ള വീക്ഷണത്തിൽ കൂടെ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കാണുന്നു. എങ്ങനെ? 1000 കൈകൾ, 1000 കാലുകൾ, 1000 തുടകൾ, 1000 മുഖങ്ങൾ എന്നാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ 1000 തലകളുണ്ട്, ചെവികളുണ്ട്, കണ്ണുകളുണ്ട്, മൂക്കുകൾ, നാസികകളുണ്ട്. ഭഗവാന്റെ ഈ ശരീരം മുഴുവൻ വിശേഷപ്പെട്ട ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് ഭാഗ്യം ചെയ്തിട്ടുള്ള ഭക്തന്മാർക്ക് വിത്ത് പെർഫെക്റ്റ് ഐസ് എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിലുള്ള വീക്ഷണത്തിൽ കൂടെ കാണുന്ന സമയത്ത് മാത്രമേ ഭഗവാന്റെ ആ വിശ്വരൂപത്തിനെ നമ്മൾക്ക് ഹൃദ്യമായി തോന്നുന്നുള്ളൂ എന്നാണ്. നമ്മൾക്ക്
ഈ ഇപ്പോൾ നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഭഗവാന്റെ അതീന്ദ്രിയമായ അവസ്ഥയെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് വേണം? നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ, നമ്മളുടെ ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് അത് ദിവ്യമായിട്ട് ആത്മീയമായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ആത്മീയമായിട്ട് ഇന്ദ്രിയങ്ങളെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? നമ്മൾ ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. പ്രേമാഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് ശ്രീ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാനോട് പറയുന്നു. ഭഗവാനോടുള്ള പ്രേമം വേണം. പ്രേമമാകുന്ന അഞ്ജനം കണ്ണിൽ എഴുതുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ആ പ്രേമമാകുന്ന അഞ്ജനം എങ്ങനെയാണ് ഉണ്ടാവുക? ഡിവോഷണൽ സർവീസിൽ കൂടെ, ഭക്തിയുത സേവനത്തിൽ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള 9 വിധത്തിലുള്ള ഭക്തിയുത സേവനത്തിൽ കൂടെ മാത്രമേ നമ്മൾക്ക് ആ ഭഗവാനോടുള്ള പ്രേമം ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെ ആ പ്രേമത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ കൂടെ ചിന്തിക്കുന്ന സമയത്ത് ആസ് ഇറ്റ് ഈസ് അവർ അതാത് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ രൂപത്തിനെ കാണാനായിട്ട് സാധിക്കും എന്നാണ്. ഭൗതിക ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഡിവോഷണൽ സർവീസിൽ കൂടെ മാത്രമേ ഭഗവാന്റെ രൂപത്തെ റിവീലാക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ രൂപം, അതായത് ഈ ദിവ്യമായിട്ടുള്ള ഈ രൂപമാണ്. ആലോചിച്ച് നോക്കൂ, എത്ര കണ്ട് വ്യത്യാസം. ശ്രീകൃഷ്ണ ഭഗവാനും ഈ ഒരു വിശ്വരവും തമ്മിൽ എത്ര കണ്ട് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷേ ഇതിൽ കൂടെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? അതിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് തന്നെയാണ്. ഭഗവത്ഗീതയിൽ അത് വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പശ്യമേ രൂപം ഐശ്വര്യം. അർജുന, വിശ്വരൂപം കാണാനല്ല മോഹിക്കേണ്ടതായിട്ടുള്ളത്. മോഹിക്കേണ്ടത് എന്താണ്? ഈ രൂപത്തിന് ദുഷ്ടൈവം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന. മാനുഷ്യരൂപം, എൻ്റെ രൂപം, മനുഷ്യൻ്റെ ആ നാട്യത്തിലുള്ള എൻ്റെ രൂപത്തിനെ കാണാനാണ് മോഹിക്കേണ്ടതായിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം അർജുന എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അർജുനൻ വിശ്വരൂപം കാണുന്നതിനേക്കാൾ കൂടുതൽ മോഹിച്ചത് എന്താണ്? ഭഗവാന്റെ ആദ്യം പറയുന്നത് എന്താണ്? അവിടുന്ന് 4 കൈകളോടുകൂടി നിന്നാലും ഭഗവാനെ 4 കൈകളോടുകൂടി നിന്ന സമയത്ത് എന്താ പറയുന്നത്? അർജുനൻ ഭഗവാൻ പറയുന്നു, ഏറ്റവും സുദുർദർശമിതം രൂപം തവ സൗമ്യം ജനാർദ്ദന. സുദുർദർശം, അങ്ങനെയൊന്നും കാണിക്കുക അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കൃഷ്ണനെ, അതായത് 2 കൈകളുള്ള കൃഷ്ണനെ കാണാൻ സാധിക്കുള്ളൂ, ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ നാനാവതാരാണാം നിധാനം ബീജമൃതയം യസ്യ അംശാംശേന സൃജ്യന്തേ ദേവതേജംനരാദയ. അപ്പോൾ ഇത് എല്ലാ അവതാരങ്ങളുടെയും നിധാനം, അടിസ്ഥാനം ഈ ഗർഭോദകത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ രൂപം തന്നെയാണ്. ഭഗവാന്റെ യസ്യ അംശാംശേന, യസ്യ അംശം ക്ഷീരോദകശായി വിഷ്ണു, അംശേന എന്ന് പറഞ്ഞാൽ ആ ഗർഭോദകശായിയിൽ നിന്നും വന്നിട്ടുള്ള ആ രൂപം, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതിൽ നിന്ന് വീണ്ടും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ദേവതീർഥ്യം നരാദയ അങ്ങനെ ബ്രഹ്മാവിൽ കൂടെയാണ് ഗർഭോദകശായിയാണ് അവതാരങ്ങളുടെ മുഴുവൻ ഉത്ഭവസ്ഥാനം, ഉറവിടം എന്നതാണ്. അങ്ങനെ ആ ഭഗവാന്റെ വളരെ എത്രയോ ചെറിയ അംശങ്ങളായിട്ടാണ് ജീവജാലങ്ങൾ മുഴുവൻ, മനുഷ്യർ, അതേപോലെ ദേവന്മാർ, അതേപോലെ മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ 3 ഗർഭോദകശായിയിൽ നിന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഇത്രയും ഭാഗങ്ങൾ പറയാനും കേൾക്കാനും സാധിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗുരുനാഥന്മാരുടെ, ഗുരുമഹാരാജിൻ്റെയും ശ്രീമദ് ഭാഗവതത്തിനെ ഇങ്ങനെ
ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുള്ള ഗുരുവായൂരത്തെ ഗുരുനാഥൻ്റെയും എല്ലാവരും അനുഗ്രഹവിശേഷം എന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുഴുവൻ ക്രെഡിറ്റ് ഗുരുവരനുഗ്രഹേണേവാ പുമാൻ പൂർണ്ണപ്രശാന്ത എന്ന് പറയാറുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശവും ആ ഗുരുനാഥന്മാർക്ക് മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു. അവരത് സ്വീകരിക്കണേ. വീണ്ടും വീണ്ടും ഈ കഥകൾ പറയാനായിട്ട് കഥയമമ കഥകൾ അതിസാദരം വളരെ ആദരവോടുകൂടി കഥകളൊക്കെ പറയാനും ആശയങ്ങൾ പറയാനും അനുഗ്രഹം തരണേ എന്ന് ഇത് കേൾക്കുന്ന അതിൻ്റെ ഭക്തന്മാരോടും അതേപോലെ ഗുരുവായൂരപ്പനോടും ഗുരുനാഥന്മാരോടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതാണ് ഇതിന് മുഴുവൻ എസൻസ് എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമത്തിൽ കൂടെ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നതാണ് ഞാൻ. ഈ നാമത്തിൽ കൂടെ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഇല്ല. വെറും നിസ്സാരമായിട്ടുള്ള ഒന്നും അറിയാത്ത എനിക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് അതെല്ലാം ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ്, ഗുരുവായൂരപ്പൻ്റെ കരുണയാണ്. അവരുടെ ആ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും സാധിക്കൂ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.